اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഹിക്കമിൽ നിന്നുള്ള 43-ാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഒരു യഥാർത്ഥ സാലിക്കായ ഒരു വ്യക്തി, അള്ളാഹുവിലേക്ക് പ്രയാണം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി സൃഷ്ടിയിൽ നിന്നും സൃഷ്ടാവിലേക്കാണ് യാത്ര നടത്തേണ്ടത്. അല്ലാതെ സൃഷ്ടിയിൽ നിന്നും എങ്ങോട്ടല്ല, സൃഷ്ടിയിലേക്കല്ല യാത്ര പോകേണ്ടത് എന്ന ഒരു വലിയ ഉപദേശമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചത്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, നീ ആത്മീയ വഴിയെ സഞ്ചരിക്കുമ്പോൾ ലാ തസ്ഹബ് മൻ ലാ യുൻഹിലുക ഹാലു വലാ യദുല്ലുക അലല്ലാഹി മഖാലു. ലാ തസ്ഹബ്, നീ സഹവസിക്കരുത്, മൻ, ഒരാളോടൊപ്പം. ലാ തസ്ഹബ്, നീ സഹവസിക്കരുത്, മൻ, ഒരാളോട്. ലാ യുൻഹിലുക, നിനക്ക് ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്നില്ല, ഹാലുഹു, അയാളുടെ നിലപാട്. അയാളുടെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിനക്കൊരാത്മീയമായ ഒരു പുരോഗതിയും ലഭിക്കുന്നില്ല, ഒരാത്മീയമായ മുന്നേറ്റവും നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നീ അയാളുമായി സഹവസിക്കേണ്ടതില്ല. നിന്നെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ മാത്രം അയാളുടെ നിലപാട് പ്രായോഗികമല്ലെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ നിലപാടിന് അതിന് കഴിയുന്നില്ല എങ്കിൽ നീ ഒരിക്കലും അയാളുമായി സഹവസിക്കണ്ട. ലാ തസ്ഹബ്, നീ സഹവസിക്കരുത്, മൻ, ഒരാളോട്. ലാ യുൻഹിലുക, നിനക്ക് ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്നില്ല, ഹാലുഹു, അയാളുടെ നിലപാട്. എങ്കിൽ നീ ഒരിക്കലും അയാളുമായി നീ എന്ത് ചെയ്യണ്ട, ബന്ധപ്പെടണ്ട. മാത്രമല്ല വലാ യദുല്ലുക, നിനക്ക് അറിയിപ്പും നൽകുന്നില്ല, അലല്ലാഹി, അള്ളാഹുവിനെ കുറിച്ച്, മഖാലുഹു, അദ്ദേഹത്തിന്റെ സംസാരം. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടും സംസാരവും നിനക്ക് അള്ളാഹിനെ കുറിച്ച് ഒരു ബോധവും നൽകുന്നില്ല. വലാ യദുല്ലുക, നിനക്ക് അറിയിപ്പും നൽകുന്നില്ല, അലല്ലാഹി, അള്ളാഹുവിനെ കുറിച്ച്, മഖാലുഹു, അദ്ദേഹത്തിന്റെ സംസാരം, അയാളുടെ സംസാരം. അപ്പൊ അയാളുടെ നിലപാട്, ആ നിലപാട് കൊണ്ട് നമുക്കൊരു ആത്മീയമായ പുരോഗതി ഉണ്ടാകണില്ല. അയാളുടെ സംസാരം കൊണ്ടും ഉണ്ടാകുന്നില്ല, ഒരാത്മീയമായ പുരോഗതി ഉണ്ടാകണില്ലെങ്കിൽ നീ അയാളുമായി നീ എന്ത് ചെയ്യണ്ട, ഒരിക്കലും സഹവസിക്കണ്ട. അയാളുമായി സഹവസിച്ചിട്ട് കാര്യമില്ല. നമ്മള് ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ പറയലുണ്ട്, ഒരു യഥാർത്ഥ ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭർത്താവിനിക്ക് സന്തോഷം വരണം. ആ രൂപത്തിലായിരിക്കണം ഒരു ഭാര്യയുടെ സ്വഭാവം. ഭർത്താവിനിക്ക് ഭാര്യനെ കാണുമ്പോൾ ഒരു പ്രത്യേക ത്രില്ല്, ഒരു സന്തോഷം തോന്നണം. അതേപോലെ തന്നെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ആ കൂട്ടുകാരനെ കാണുമ്പോൾ, അയാളുമായി സംസാരിക്കുമ്പോൾ, അയാളുമായുള്ള സഹവാസത്തിൽ നമുക്ക് അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരണം. അല്ലാമ ഇബ്നു അജീബ തങ്ങൾ പറയുകയാണ്, ഇദാ റഅയ്തഹു, നീ നിന്റെ കൂട്ടുകാരനെ കാണുകയാണെങ്കിൽ നിനക്കപ്പോ അള്ളാഹിനെ ഓർമ്മ വരണം.
അതാണ് കൂട്ടുകാരൻ. നീ അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധമായി ജീവിക്കുന്ന അധർമ്മിയായ വ്യക്തിയാണെങ്കിൽ ആ ഗഫലത്താകുന്ന അധർമ്മത്തിൽ നിന്ന് ഇലൽ യഖ്ള, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു ഉണർവിന്റെ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ നിന്റെ കൂട്ടുകാരന് കഴിയണം. അതാണ് കൂട്ടുകാരൻ. അള്ളാഹുവിനെ കുറിച്ചൊരു ബോധമില്ലാതെ നടക്കുന്ന നീ നിന്റെ കൂട്ടുകാരനുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ നിനക്ക് അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരണം. അതാണ് കൂട്ടുകാരൻ. മാത്രമല്ല, നീ ദുന്യവിയായ കാര്യങ്ങളിൽ മോഹത്തിൽ പെട്ടു നടക്കുന്ന നിനക്ക് നിന്റെ കൂട്ടുകാരനെ കാണുമ്പോൾ ഒരു പരിത്യാഗത്തിന്റെ ഒരവസ്ഥയിലേക്ക് നിനക്ക് എത്താൻ കഴിയണം. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, ഏതൊരാള് അദ്ദേഹത്തെ കാണുകയാണെങ്കിലും പിന്നെ അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം പരിത്യാഗിയായി മാറും. അതാണ് ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളുടെ പ്രത്യേകത. സ്വാലിഹീങ്ങളെ പ്രത്യേകത അങ്ങനെ. അവരെ കാണുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ സംസാരിക്കുമ്പോൾ അവരുമായി ഇടപഴകുമ്പോൾ നമ്മളെ മനസ്സിലുള്ള ദുന്യാവിൻ്റെ മോഹം കിട്ടില്ലാതെയാവും. ആഖിറത്തിനെ കുറിച്ച് ഓർമ്മ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് എത്തും. അവരുമായിട്ടാണ് നിന്റെ സഹവാസം വേണ്ടത്. അപ്പോ കൂട്ടുകാരനെ കാണുമ്പോൾ ഗഫലത്തിൽ നിന്നും യഖ്ളത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ അവനക്ക് കഴിയണം. ദുന്യവിയായ മോഹത്തിൽ നിന്നും പരിത്യാഗത്തിലേക്ക് നിന്നെ എത്തിക്കാൻ അവനക്ക് കഴിയണം. ബിൽ മഅസിയത്തി, നീ ദോഷത്തിൽ ഇങ്ങോട്ട് വലഞ്ഞു ജീവിക്കുന്ന ആളാണ്, പാപിയായ മനുഷ്യനാണ്. ആ പാപ മനസ്സിൽ നിന്ന് ഇല തൗബത്തി, പശ്ചാത്താപത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ നിന്റെ കൂട്ടുകാരന് കഴിയണം. അവനുമായിട്ടാണ് നിന്റെ ബന്ധം വേണ്ടത്. അതുപോലെ തന്നെ മിനൽ ജഹിലി ഇലൽ മഅരിഫ, അജ്ഞതയുടെ മേഖലയിൽ നിന്നും മഅരിഫത്തിന്റെ ഉന്നതമായ ദർജയിലേക്ക് അവനെ കാണുമ്പോൾ എത്താൻ കഴിയണം. ബഹുമാനപ്പെട്ട ഇടിയങ്ങര ഷേഖ് പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന അലാവുദ്ദീനുൽ ഹിംസി എന്ന് പറയുന്ന മഹാനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കണ്ടിട്ട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. ഒരു അഭിപ്രായ പ്രകാരം പൊന്നാനി കടപ്പുറത്ത് പായക്കപ്പൽ ഇറങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് നടക്കുമ്പത്തിന് 100 കണക്കിന് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു എന്നാ. അതെന്താ? സ്വാലിഹീങ്ങൾ അങ്ങനെയാ. അവരുമായുള്ള സഹവാസം ഒരു മനുഷ്യന് വലിയ മഖാമിലേക്ക് എത്തിക്കും. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൻ മഅല്ലാഹ്, നീ അള്ളാഹുവിനോട് കൂടെയാവണം. വ ഇല്ല, നിനക്കതിന് കഴിവില്ലെങ്കിൽ മഅമൻ കാന മഅല്ലാഹ്, അള്ളാഹു ഹൃദയത്തിലുള്ള ആളുകളുണ്ട്, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ. അവര് സാധാരണക്കാരായ ആളുകളെ പോലെ നടക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഓല ഹൃദയത്തിൽ ആരുണ്ട്? അള്ള ഉണ്ട്. ആ അള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യണം? ബന്ധപ്പെടണം. കണ്ടാ ചൊറുക്കുണ്ടാവൂല, കാണാൻ കോലുണ്ടാവൂല, മുന്തിയ തരം വാഹനങ്ങൾ ഉണ്ടാവൂല. പക്ഷേ അവരെ കണ്ടാലോ ഒന്നും തോന്നൂല. എങ്കിലും ഓല ഹൃദയത്തിൽ ആരുണ്ട്? അള്ള ഉണ്ട്. സ്വാലിഹീങ്ങൾക്ക് സ്വാലിഹീങ്ങളെ തിരിച്ചറിയാൻ കഴിയും. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു വന്ന ചരിത്രം വളരെ പ്രവിശാലമാണ്. സ്വാലിഹീങ്ങൾക്ക് സ്വാലിഹീങ്ങളെ കണ്ടാൽ മനസ്സിലാവും. ജലാലുദ്ദീൻ റൂമിയുടെ കൈ പിടിച്ചിട്ട്, ജലാലുദ്ദീൻ റൂമി എന്ന് പറഞ്ഞാൽ അന്ന് ചെറിയ കുട്ടിയാ, ആ കുട്ടിന്റെ കൈ പിടിച്ചിട്ട് വാപ്പ നിൽക്കുക. വാപ്പാനെല്ലാവരും വന്ന് ബഹുമാനിക്കുന്നുണ്ട്, കാരണം വാപ്പ വലിയ അറിയപ്പെട്ട ആളാണ്. പക്ഷേ മുഹിയുദ്ദീൻ ഇബ്നു അറബി തങ്ങൾ നോക്കിയത് മകനിലേക്കാണ്. കാരണം എന്താ? ഹൃദയത്തിൽ അള്ളാഹുവാകുന്ന വെളിച്ചം മഅരിഫത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. കാണാൻ ചൊറുക്കുണ്ടാവൂല, ജനങ്ങൾ ബഹുമാനിക്കൊന്നുണ്ടാവൂല, ജനങ്ങൾ വലിയ ആദരവൊന്നും കൊടുക്കൂല. പക്ഷെ അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ് അവർക്ക്. അവരെ നമ്മൾ കൂട്ടുകാരന്മാരാക്കണം. അപ്പൊ അള്ളാഹു ഹൃദയത്തിലുള്ള ആൾക്കാരുണ്ട്, അള്ളാഹുവിന്റെ ആരിഫീങ്ങള്. അവരെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുകാരാക്കണം. നമ്മൾ മുമ്പ് കാലം മുതലേ കേട്ട ഒരു ഹദീസ് ഉണ്ടല്ലോ,
മല്ല ഷെയ്ഖ ലഹു, ഒരാൾക്ക് ഷെയ്ഖ് ഇല്ലെങ്കിൽ ഓന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണ്. നമ്മളെ നൈജീരിയ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് മുഹമ്മദ് ഖാമിസ് അൽ സുലൈമാൻ എന്ന 26 വയസ്സുകാരൻ വന്നിരുന്നു. 30,000 ഹദീസ് സനദോടുകൂടെ ഹിഫ്ദുള്ള ആളായിരുന്നു. നമ്മളെ ജാമിയയിലും അതുപോലെ തന്നെ മറ്റു കോളേജുകളിലൊക്കെ വന്നിരുന്നു. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹത്തോട് ചോദിക്കണ്ട, ഈ ഷെയ്ഖ് ഇല്ലാത്തോന്റെ ഷെയ്ഖ് ഇബ്ലീസ എന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥാണ്. ഷെയ്ഖ് ഇല്ലാത്തോന്റെ ഷെയ്ഖ് ഇബ്ലീസ് തന്നെയാണ്, അതാണ് യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം പറയണ്ടായി. ബഹുമാനപ്പെട്ട ഹിക്കമിന്റെ ഷറഹിൽ കാണാ, ബൽ എന്നല്ല ഇസ്ഹബ് ഷെയ്ഖൻ ആരിഫൻ, നീ ഒരു ആരിഫായ ഒരു വലിയുമായി നീ സഹവസിക്കും, എങ്കിൽ നിന്റെ ഹാല് ഉന്നതമായ മർത്തബയിലേക്ക് ആ വലിയ നിന്നെ കൊണ്ടുപോകും. അള്ളാഹുവിനെ മാത്രം ആവശ്യമാകുന്ന ഏറ്റവും ഉന്നതമായ ഒരു ദർജയിലേക്ക് ആ വലിയ നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സുഹബത്തുൽ അഖിയാർ, സുഹബത്തുൽ ആരിഫീൻ, ആരിഫീങ്ങളുമായി അള്ളാഹുവിൻ്റെ അഖിയാറുകളുമായുള്ള സഹവാസമാണ് നിനക്ക് വേണ്ടത്. അതേ നിന്നെ വലിയ മക്കാമിലേക്ക് എത്തിക്കുള്ളൂ, അല്ലാത്തതൊക്കെ നിനക്ക് ഷർറുണ്ടാക്കുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആത്മീയ പുരോഗതി ഉണ്ടാക്കൂല എന്ന് മാത്രമല്ല, അവരുമായി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടാളെങ്കിലും കുറ്റം പറയേണ്ടി വരും. നമുക്ക് ആരെങ്കിലുമൊക്കെ ഗീബത്തോ നമീമത്തോ പറയേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരുമായി ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല. സൂഫി എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളല്ല സൂഫി. സൂഫിക്ക് ഒരുപാട് തരീഫുകൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ആ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹ് പടച്ച ഒരു വ്യക്തിയോടും എന്തില്ല, ദേഷ്യമില്ലാത്ത ഒരവസ്ഥ. അതൊരു സൂഫിയുടെ മനസ്സാണ്. ആ മനസ്സാണ് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തനസുലാത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന കിതാബിൽ കാണാം, ലാ യുഫ്തഹുൽ ബാബു, അള്ളാഹുവിലേക്കുള്ള കവാടം തുറക്കപ്പെടൂല, ഇല്ലാ ബി സുഹ്ബത്തിൽ അഹ്ബാബ്, ആരിഫീങ്ങളാകുന്ന ആളുകളോടുള്ള സഹവാസം കൊണ്ടല്ലാതെ അള്ളാഹുവിലേക്കുള്ള വാതിൽ എന്ത് ചെയ്യൂല, ഒരിക്കലും തുറക്കപ്പെടൂല. അള്ളാഹുവിലേക്കുള്ള പ്രയാണമാണോ ഒരാൾ ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിനെയാണോ ഒരാൾക്ക് ആവശ്യം, എങ്കിൽ ആരിഫീങ്ങളുമായുള്ള സഹവാസം കൊണ്ടല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും ഉനക്കൊരു ഉന്നതിയിലേക്ക് എത്താൻ കഴിയില്ല. ബഹുമാനപ്പെട്ട അലിയുൽ ഖവാസ് തങ്ങളുമായുള്ള ബന്ധമാണ് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിനെ കുതുബ് ഷഅറാനി എന്ന് പറയാൻ മാത്രം ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അബ്ദുല്ലാഹിൽ മഷീഷ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആരിഫായ വലിയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി എന്ന് പറയുന്ന മഹാൻ ലോകത്തുണ്ടായത്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു വലിയ കുത്തുബും ആരിഫുമായത് അബുൽ ഹസൻ ഷാദുലി എന്ന് പറയുന്ന മഹാനുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. ഇഖാദുൽ ഹിമമിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു അവര് വലിയ ഉന്നതമായ മഖാമിലേക്ക് എത്തിയത് അബുൽ അബ്ബാസ് അൽ മുർസി എന്ന് പറയുന്ന മഹാനുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. സുഹ്ബത്തുൽ അഖിയാർ ആവശ്യമാണ്. അതില്ലെങ്കിൽ ഒരിക്കലും അവനക്ക് അള്ളാഹുവുമായുള്ള ആ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ എനിക്ക് കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അതോടുകൂടെ തന്നെ നമ്മുടെ ഇൽമിനെയും ഇർഫാനിനെയും ഹുബിനെയും ഇല്ലാതെയാക്കുന്ന, അതിന് തുരങ്കം വെക്കുന്ന മോശപ്പെട്ട ആളുകളുമായുള്ള സഹവാസം, അത് നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇഹ്ദർ, നീ ഭയപ്പെടണം, സുഹ്ബത സലാസത്തി അസ്നാഫി മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് 3 വിഭാഗം ആളുകളുമായി നീ സഹവസിക്കുന്നത് നീ ഭയപ്പെടണം. ഒന്ന്, അള്ളാഹിനെ കുറിച്ച് ബോധമില്ലാത്ത ഭരണാധികാരികളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ബോധമല്ല, അവരുമായി കൂട്ടുകൂടുമ്പോൾ പൊങ്ങച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുമായി കൂട്ടുകൂടുമ്പോൾ ഫഖ്ർ മാത്രമേ ആ സദസ്സിൽ പറയുള്ളൂ. അങ്ങനത്തെ ആൾക്കാരുമായി ഒരിക്കലും നീ കൂട്ടുകൂടരുത്.
അത് നിന്റെ ഇർഫാനിനെ കെടുത്തിക്കളയും. രണ്ടാമത്തത് അഹങ്കാരികളാകുന്ന കാര്യങ്ങളുണ്ട്. നല്ല സ്ഫുടമായ ശൈലിയിൽ ഓതാൻ കഴിവുള്ള ആൾക്കാരാണ്, മധുരമായ ശബ്ദമാണ്, പക്ഷെ അവർ അഹങ്കാരികളാണ്. അവരുമായി കൂട്ടുകൂടുമ്പോൾ അത് ദുനിയാവിൻ്റെ ആൾക്കാരാണ്. എല്ലാ കാര്യങ്ങളും അല്ല കേട്ടോ, അത് ദുനിയാവിൻ്റെ ആൾക്കാരാണ്. അവരുമായി നമ്മൾ കൂട്ടുകൂടരുത്. അത് ദുനിയാവിലേക്ക് നമ്മളെ കൊണ്ടുപോകുള്ളൂ. അവസാനം ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ജാഹിലീങ്ങളാകുന്ന സൂഫിയാക്കൾ. ജാഹിലീങ്ങളാകുന്ന സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ സൂഫി എന്ന് പറയുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയ ആൾക്കാരെ കുറിച്ചല്ല ഞാൻ ഈ പറയണത്. സൂഫി വേഷം ധരിച്ച് കുറച്ചൊക്കെ ദിക്റും സലാത്തൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷേ ദീനീപരമായ ഒരു കാര്യങ്ങളെ കുറിച്ചും അറിവില്ലാത്തൊരു വ്യക്തി, അജ്ഞനായ വ്യക്തി, ഒന്നിനെക്കുറിച്ചും അറിവില്ല. അയാളുമായുള്ള സഹവാസം അപകടം ചെയ്യും. കാരണം എന്താണ്? അയാൾക്ക് വിവരമില്ല. വിവരമില്ലാത്ത സൂഫിയെ പോലെയുള്ള ആളുകളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ, യഥാർത്ഥ സൂഫി അല്ല കേട്ടോ, യഥാർത്ഥ സൂഫി എന്ന് പറയുമ്പോൾ ഉന്നതമായ ദർജയിലെത്തിയ ആളാണ്, ആലിമാണ്, ആരിഫാണ്, ലദുന്നിയായ ഇൽമ് കിട്ടിയ ആളാണ്. അങ്ങനത്തെ വ്യക്തിയെ കുറിച്ചല്ല പറയണത്. സൂഫി കോലം കെട്ടി മറ്റുള്ളവരെ പറ്റിക്കുന്ന ആൾക്കാർ, അവരുമായുള്ള സഹവാസം നീ നല്ലോണം ഭയപ്പെടണം. പ്രത്യേകിച്ച് ഈ സമാനിൽ ഏതൊരാളും ഒരു ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഷേഖ് മാത്രം മുറബ്ബി, മറ്റുള്ളവരുടേത് അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ വളരെ കുറച്ച് ഇൽമേ അള്ളാഹു തന്നിട്ടുള്ളൂ. വളരെ വളരെ കുറച്ച് അറിവേ അള്ളാഹു തന്നിട്ടുള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ ആരിഫ്യങ്ങളെ കുറിച്ചൊന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. ആരിഫ്യങ്ങളെ കുറിച്ച് പോയിട്ട് നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. എന്തിനാണ് നമ്മൾ ആരിഫ്യങ്ങളെ ചീത്ത പറയാൻ പോകുന്നത്? അല്ലെങ്കിൽ നമ്മളെ ത്വരീഖത്തിനെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് പൊന്തിക്കും, എന്നിട്ട് മറ്റുള്ളവരെ അങ്ങോട്ട് ഇടിച്ചു താഴ്ത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഒരു സൂഫിയുടെ മനസ്സ് അങ്ങനെ ആവുമോ? ഒരിക്കലുമില്ല. ഒരു സൂഫിയുടെ മനസ്സ് ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. ആരിഫീങ്ങളെ പോയിട്ട് ഒരു സാധാ ഒരു മനുഷ്യനെ മോശമാക്കി പറയാൻ പറ്റുമോ? ലാ തഹ്ഖിറന്ന അഹദൻ, നീ ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല എന്നാ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അല്ലേ? കള്ളുകുടിയനായ ഒരു വ്യക്തിയെ സ്വഹാബത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? അയാളെ ഇനി തല്ലാൻ പാടില്ല, ആ വ്യക്തി അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. സത്യത്തിൽ അദ്ദേഹം വലിയ വൻകുറ്റം ചെയ്ത ആളാണ്, പക്ഷെ അള്ളാഹിൻ്റെ റസൂൽ അവിടെ പറഞ്ഞത് എന്താണ്? ആ വ്യക്തി അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് ഒരാളെ നിസ്സാരമായി കണ്ട, ഒരാളെ നിസ്സാരപ്പെടുത്തണ്ട. നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ എഴുത്തിലൂടെ ആരിഫീങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും വന്നുപോയാൽ നമ്മൾ എത്ര വലിയ ആൾക്കാരായിട്ടും കാര്യമില്ല. അല്ലാഹു തആല മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ ശൈഖിനെ നമ്മൾ നല്ലോണം വലിയ മഹാനായി കാണണം, അദ്ദേഹത്തിൻ്റെ മദ്ഹ് പറയണം, അദ്ദേഹം ഏറ്റവും ഉന്നതനാണെന്ന് പറയണം. അതൊക്കെ ശരിയാണ്. അത് പറയലോടുകൂടെ മറ്റുള്ളവർ ഒരിക്കലും നിസ്സാരമായി നമ്മൾ എന്ത് ചെയ്യരുത്, കണ്ടുകൂടാ. എല്ലാ കഴിവും അല്ലാഹു തആലാക്കാണ് അല്ലേ? എല്ലാത്തിനെയും ഉയർത്താനും എല്ലാത്തിനെയും താഴ്ത്താനും അല്ലാഹു തആലാക്ക് കഴിയും. നമ്മളൊക്കെ ഒന്നിനും കഴിയാത്ത, ഒരു വേദന വന്നാൽ കരയാൻ മാത്രം കഴിയുന്ന വളരെ ലഈഫീങ്ങളാകുന്ന ബലഹീനരായ ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ ഈമാനിനെ സംരക്ഷിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.